ടൊമിയോക്ക, നീ ഇതിനു മുൻപും അത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ വിചാരം ഞങ്ങൾ നിന്റെ താഴെയുള്ളവരാണെന്നാണോ? ഇതൊക്കെ കണ്ട് മിറ്റ്സൂരി ഒരു ഫൈറ്റ് വേണ്ടെന്ന് പറയുന്നു. പക്ഷെ വിൻഡി ഹാഷിര പറഞ്ഞതിന് ഉത്തരം കൊടുക്കാതെ ടൊമിയോക്ക പോകുമ്പോൾ വിൻഡി ഹാഷിര അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് അവനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. പെട്ടെന്നാണ് സ്റ്റോൺ ഹാഷിര ഗ്യോമെ തന്റെ രണ്ട് കൈയും കൂട്ടിയടിക്കുന്നത്. ആ ഒരു അടിയിൽ അവിടെയുള്ള എല്ലാവരും കിടുങ്ങി ഉറയ്ക്കുന്നു. അവിടെ ഇരിക്കെ നമ്മുടെ മീറ്റിംഗ് ഇതുവരെ തീർന്നിട്ടില്ല. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ ടാഞ്ചിറയ്ക്ക് ഗോട്ടോ ഒരുപാട് ഭക്ഷണം കൊടുക്കുന്നു. അത് തിന്നുകൊണ്ടിരിക്കുന്ന ടാഞ്ചിറയോട് ഗോട്ടോ ചോദിക്കും, ഇവിടെ ഉണ്ടായിരുന്ന 3 പെൺകുട്ടികളും നിന്റെ അനിയത്തി എവിടെ പോയി? അതുപോലെ മിസ് ആവുകയും ഞാൻ കണ്ടില്ല. ഓ അതാണോ? ഇപ്പോൾ ഡീമൺ സ്ലേഴ്സിനൊന്നും വലിയ പരിക്കുകൾ ഇല്ലാത്തതുകൊണ്ട് അവർ മുഴുവൻ സമയം നെസുകോയുടെ കൂടെ കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ പതിയെ പതിയെ സംസാരിച്ചു തുടങ്ങുന്നുണ്ട് എന്ന് ടാഞ്ചിറോ പറയുന്നു. പക്ഷേ ആ മഞ്ഞ മുടിയുള്ള പയ്യൻ വന്നാൽ അത് വലിയ പ്രശ്നമാവും അല്ലേ? ഇപ്പോഴാണ് പതിയെ പതിയെ പാട്ടും മൂളിക്കൊണ്ട് ജെനിറ്റ്സു നടന്നു വരുന്നത്. നിങ്ങൾ ഓർക്കണം, ജെനിറ്റ്സു ഇല്ലാത്തത് സോർട്ട് സ്മിത്ത് വില്ലേജ് ആർക്കിന്റെ വലിയൊരു പോരായ്മയായിരുന്നു. പക്ഷെ ഇനി അത് ഉണ്ടാവില്ല. അങ്ങനെ അവസാനം ജെനിറ്റ്സു വന്നു. ഇപ്പോഴവന്റെ തലയിലേക്ക് കുട്ടികൾ കളിക്കുന്ന ഒരു ടോയ് വന്ന് വീഴുന്നു. അതെടുക്കാൻ വേണ്ടി ആ 3 പെൺകുട്ടികളിലെ ഒരു പെൺകുട്ടി വരുമ്പോൾ ജെനിറ്റ്സുവിനെ കാണുന്നു. ഇതിന്റെ സന്തോഷത്തിൽ അവൾ അകത്തേക്ക് വിളിച്ചു പറയും, എല്ലാവരും ഇങ്ങോട്ട് വരൂ, മിസ്റ്റർ ജെനിറ്റ്സു തിരിച്ചു വന്നേ. അവരെ കാണുന്ന ജെനിറ്റ്സു, കിയോ, നാഹോ, സുമി, നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. എന്തായാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. കഴിഞ്ഞ മിഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഓടി അവസാനം ഞാൻ മരിക്കാൻ പോകണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സങ്കടപ്പെടില്ലേ? അതുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഞാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട് കാണും അല്ലേ? ഏയ് ഒരിക്കലുമില്ല. പക്ഷെ നിങ്ങൾ ജീവനോടെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. ഇപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ആവി വരുന്നത്. മിസ്റ്റർ ജെനിറ്റ്സു, നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓ മിസ് ആവി, നിങ്ങൾ പിന്നെ ഒരുപാട് മിസ് ചെയ്ത് കാണും അല്ലേ? പോട്ടെ, എനിക്കറിയാം നിങ്ങൾ എന്നെ മിസ് ചെയ്തിട്ടുണ്ടാവും. ഇവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവസാനം വന്ന നെസുക്കോയെ ജെനിറ്റ്സു കണ്ടത്. നെസുക്കോയെ കാണുന്ന ജെനിറ്റ്സു അങ്ങ് ഇല്ലാണ്ടായി. അത് മാത്രമല്ല, നെസുക്കോ പറയും വീട്ടിലേക്ക് സ്വാഗതം. അതുകൂടെ കേട്ടപ്പോഴേക്കും ജെനിറ്റ്സു അലറി വിളിക്കാൻ തുടങ്ങി. അവൻ ഓടി വന്ന് നെസുക്കോയുടെ കയ്യിൽ കയറി പിടിച്ചു. നെസുക്കോ, എന്തു പറ്റി? സത്യത്തിൽ നിങ്ങൾ സംസാരിക്കുന്നു. ഇതൊക്കെ എനിക്ക് വേണ്ടിയല്ലേ നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് സംസാരിക്കുന്നത്? അതെ, എനിക്കറിയാം. എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ സന്തോഷം അടക്കാൻ കഴിയാത്ത ജെനിറ്റ്സു പറയും, ഇതിന്റെയൊക്കെ അർത്ഥം എനിക്ക് മനസ്സിലായി. അവസാനം നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നു. മൂൺലൈറ്റിൽ ഞാൻ നിന്നെ കണ്ടപ്പോൾ അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. പക്ഷെ ഇപ്പോൾ സൺലൈറ്റിൽ നീ അതിനേക്കാളും അതിഗംഭീരമാണ് നെസുക്കോ. നമ്മുടെ കല്യാണത്തിന് ശേഷം നിനക്കുള്ള സൂഷിയും ഈലും ഞാൻ ഉണ്ടാക്കി തരാം. അതുകൊണ്ട് നിനക്കൊരു പേടിയുമില്ലാതെ എന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് സന്തോഷം കാരണം അല്ലറി വിളിക്കുന്ന ജെനിറ്റ്സുവിനോട് നെസുക്കോ പറയും, ഇനോസുക്കെ വീട്ടിലേക്ക് സ്വാഗതം. എന്ത്? ഇനോസുക്കെ വീട്ടിലേക്ക് സ്വാഗതം. ഇത് കേട്ട് തകർന്നുടഞ്ഞു പോകുന്ന ജെനിറ്റ്സു, എവിടെ അവനെ എനിക്ക് ഇപ്പോൾ കൊല്ലണം എന്ന് പറഞ്ഞ് ചുണ്ടൊക്കെ കടിച്ചു പൊട്ടിക്കുന്നു. ഇവിടെ ടാഞ്ചിറയോട് ഗോട്ടോ ചോദിക്കും, ആ പന്നിത്തലേൻ എവിടെയാണ്? ഓ ഇനോസ്കെയോ? രാവിലെ ഇവിടെ ചുറ്റിക്കറങ്ങുന്ന കണ്ടു, പിന്നെ എവിടെ പോയെന്ന് അറിയില്ല. എന്നിട്ട് ടാഞ്ചിറോ, ആ പന്നിത്തലേൻ രാവിലെ നിന്റെ അനിയത്തിക്ക് എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് ഗോട്ടോ പറയുമ്പോൾ, എന്നാലും അത് എന്തായിരിക്കും എന്ന് ടാഞ്ചിറോ. ഇപ്പോഴത് എന്താണെന്ന് ഗോട്ടോ ടാഞ്ചിറോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനോസുക്കെ എന്നിങ്ങനെ അവന്റെ പേര് നെസുക്കോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ നെസുക്കോ ഇമോഫുക്കെ അല്ലടി പെണ്ണെ, ബിഗ് ബോസ് ഇമോഫുക്കെ, അങ്ങനെ അവന്റെ പേര് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ഗോട്ടോ ടാഞ്ചിറോട് പറയുന്നു. ഇങ്ങനെ ഇവര് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ഹാഗനെസുക്ക വരുന്നത്. മിസ്റ്റർ ഹാഗനെസുക്ക, നിങ്ങളുടെ മുറിവെല്ലാം മാറിയോ? പക്ഷെ ഒന്നും തിരിച്ചു പറയാതെ ഹാഗനെസുക്ക അദ്ദേഹം കൊണ്ടുവന്ന കട്ടാന വിറച്ചുകൊണ്ട് ടാഞ്ചിറോയ്ക്ക് കൊടുക്കുന്നു. അതിൽ റങ്കോക്കുവിന്റെ കട്ടാനയുടെ പ്രൊട്ടക്ടർ ഉണ്ടായിരുന്നു. അത് കാണുന്ന ടാഞ്ചിറോ ചെറിയൊരു കണ്ണീരോടെ കൊട്ടറ്റ്സുവിനെ സംരക്ഷിച്ചതിന് ഒരുപാട് നന്ദി എന്ന് പറയുന്നു. ശേഷം ടാഞ്ചിറോ അവന്റെ പുതിയ കട്ടാന പുറത്തേക്കെടുത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കും. ഈ ബ്ലേഡ് ഒരു ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡ് ആണല്ലോ എന്ന് ടാഞ്ചിറോ. അതിലുള്ളത് ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ ആ കട്ടാന ഉണ്ടാക്കിയ സോർട്സ്മാൻ നല്ല സ്ട്രോങ് ആയിരിക്കും എന്ന് ഹാഗനസുക്ക. ഇപ്പോഴാ കട്ടാന നോക്കിക്കൊണ്ടിരിക്കുന്ന ടാഞ്ചിറോ അതിൽ ഡിസ്ട്രോയ് എന്ന് കൊത്തി വെച്ചിരിക്കുന്നത് കാണും. അതെന്താണെന്ന് ടാഞ്ചിറോ ഹാഗനസുക്കയോട് ചോദിക്കുന്നു. ഈ സോഡ് ഉണ്ടാക്കിയ മനുഷ്യൻ എല്ലാ ഡീമൺസിനെയും കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുണ്ടാക്കിയ തന്റെ പേര് എഴുതാതെ അതിൽ ഡിസ്ട്രോയ് എന്ന് മാത്രം കൊത്തിവെച്ചു. സാധാരണ ഹാഷിരകൾക്ക് മാത്രമേ ഇതുപോലെ ഡിസ്ട്രോയ് എന്ന് സ്വന്തം കട്ടാനയിൽ കൊത്തിവെക്കാറുള്ളൂ. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇത് അത്രയും വലിയ സോഡാണോ? പക്ഷേ യുദ്ധത്തിൽ വെച്ച് ഞാൻ ഈ കട്ടാന യൂസ് ചെയ്തപ്പോൾ ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഇതിന് ഹാഗനസുക, ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ അത് നിങ്ങൾ എല്ലാവരും എടുത്ത് ഉപയോഗിച്ചു. ഞാൻ അതിന്റെ തുരുമ്പ് പോലും കളഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് നിന്നെ ഇപ്പൊ കൊല്ലണം എന്ന് പറഞ്ഞ് ഹാഗനസുക ടാഞ്ചിറോയെ കയറി പിടിക്കുന്നു. എന്റെ ദേഹത്തുള്ള മുറിവ് ഇതുവരെ മാറിയിട്ടില്ല. എന്റെ കണ്ണുനീര് പോലും എനിക്ക് തുടയ്ക്കാൻ കഴിയുന്നില്ല. അയ്യോ, ഇത് ഒരുപാട് വേദനിക്കുന്നു. ഇതിനെല്ലാം കാരണം നീയാണ്. നീ കാരണമാണ് വീണ്ടും ആദ്യത്തെ സ്റ്റേജ് മുതൽ എനിക്ക് ഈ സോഡ് നന്നാക്കേണ്ടി വന്നത്. ഇതൊക്കെ കണ്ട് അടുത്ത് നിൽക്കുന്ന ഗോട്ടോ പറയും, ഹേയ് അങ്ങനെയാണെങ്കിൽ അവന് നിങ്ങളെക്കാൾ കൂടുതൽ പരിക്കുകളുണ്ട്. അതായത് അവന്റെ ശരീരത്തിലെ മുഴുവൻ എല്ലും പൊടിഞ്ഞുപോയി. അത് കേട്ട് ഹാഗനസുക, എന്നാൽ ടാഞ്ചിറോ നീ കേട്ടോ, നീ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും എനിക്ക് റൈസ് ഡംപ്ലിങ്സ് കൊണ്ടുതരണം. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നെ വിടൂ, എല്ലാ ദിവസവും ഞാൻ കൊണ്ടുതരാം എന്ന് ടാഞ്ചിറോ. അങ്ങനെ ഹാഗനസുക പതിയെ അവിടെ നിന്ന് പോകുന്നു. മിസ്റ്റർ ഹാഗനസുക ഇന്ന് എന്നത്തെയും പോലെയല്ല, വളരെ ശാന്തനാണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് വേദന ഉണ്ടാവും എന്ന് ടാഞ്ചിറോ പറയുന്നു. ഇത്രയെല്ലാം ശബ്ദം കേട്ട് അടുത്ത് കിടക്കുന്ന ഗന്യ ടാഞ്ചിറോയോട് പറയും, നിങ്ങൾ കുറച്ചുകൂടെ ശബ്ദം ഉണ്ടാക്കിയാൽ എനിക്ക് കിടന്നുറങ്ങാമായിരുന്നു. ഓ സോറി ഗന്യ, ഞങ്ങൾ നിർത്തി, ഇനി ശബ്ദം ഉണ്ടാക്കില്ല എന്ന് ടാഞ്ചിറോ പറഞ്ഞു തീർന്നതും ജനലും ചവിട്ടി പൊളിച്ച് ഇനോസുക്ക് ചാടി വരുന്നു. എന്നിട്ട് അവിടെ കിടന്ന് അലറിക്കൊണ്ടേയിരിക്കുന്നു, ഒരുമാതിരി കാട്ടുപന്നിയെ പോലെ. പാവം ഗന്യ
ചെവി പൊത്തിപ്പിടിച്ച് മിണ്ടാതെ കിടന്നു. ട്രെയിനിങ് 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 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ്ങോ? അതെന്താ? എന്നിട്ട് ടാഞ്ചിറോ, ഏറ്റവും ശക്തിയുള്ളവർ ഒന്നിച്ച് കൂടി ട്രെയിനിങ് തരും, അതാണ് ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ്. അങ്ങനെ എന്തൊക്കെയോ പണ്ടാരം അവർ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി വേറൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കരുത് എന്ന് ഇനോസുക്കെ. ഇവിടെ ഇപ്പോൾ 6 ഹാഷിരാസും ചേർന്ന് നടത്താൻ പോകുന്ന ഹാഷിര ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ വിൻഡ് ഹാഷിര എത്ര ദിവസത്തിനുള്ളിൽ, അതുപോലെ എത്ര ദിവസമാണ് ഈ ട്രെയിനിങ് എന്ന് ചോദിക്കുമ്പോൾ ഗ്യോമെ പറയുന്നത് നമുക്കിതൊരു 3 ദിവസത്തിനുള്ളിൽ തുടങ്ങാമെന്നാണ്. അതിന്റെ കാരണം ഇനി മൂസൻ കിബുത്സുജി അടുത്തത് എന്ത് ചെയ്യും, അതുപോലെ അവന്റെ പ്ലാൻ എന്താണ് ഒന്നും ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് കഴിവതും പെട്ടെന്ന് ഇവർക്ക് എങ്ങനെയൊക്കെ അത് പോസിബിൾ ആണോ അങ്ങനെയൊക്കെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. ഇനി നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡീമൺസ് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്താലോ, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഷിനോബു ചോദിക്കുന്നു. സ്വർഡ്സ്മിത്ത് വില്ലേജിൽ നടന്ന സംഭവത്തിന് ശേഷം എല്ലാ ഡീമൺസിന്റെയും ശ്രദ്ധ നെസുകോയിലേക്ക് മാറിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അത് അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെയും ട്രെയിനിങ് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് നമ്മൾ സുഗുക്കോയെ മാത്രം ട്രെയിനിങ് ചെയ്താൽ മതി. സുഗുക്കോ എന്ന് പറഞ്ഞാൽ ഹാഷിരാസിന്റെ കൂടെ നിന്ന് അവരെ സഹായിക്കുന്ന ഡീമൺ സ്ലേയേഴ്സ്. ഉദാഹരണത്തിന് ലേഡി കോച്ചോയെ സഹായിക്കുന്ന സുഗുക്കോയാണ് ലേഡി കാനോ, അതുപോലെ റെങ്കോകുനെ സഹായിച്ച ടാഞ്ചിറോയും സുഗുക്കോയാണ്. ഇപ്പോൾ വിൻഡ് ഹാഷിര ഗ്യോമയോട് പറയും, നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, എന്തിനും ഞങ്ങളുണ്ടാവും. ഇപ്പോൾ ഗിയു ടോമിയൊക്കെ ഇതിലില്ലാത്തത് കൊണ്ട് റിട്ടയർ ആയ ടെങ്കനോട് ഹെൽപ്പ് ചോദിക്കാമെന്ന് ഗ്യോമെ പറയുന്നു. ഇപ്പോൾ ടാഞ്ചിറോയുടെ അടുത്തേക്ക് വരുന്ന സെനിറ്റ്സു ഒരു മിഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി അടുത്ത ട്രെയിനിങ്. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ് സെനിറ്റ്സു, അങ്ങനെയൊന്നും പറയരുത്. നമ്മളെക്കാൾ റാങ്ക് കൂടിയ ആൾക്കാർ നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ആവും. നിന്നേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ നിന്നെ ട്രെയിൻ ചെയ്താൽ പിന്നീട് നീ അവരെക്കാളും സ്ട്രോങ് ആവും. ഇത് കേട്ട് ദേഷ്യം പിടിക്കുന്ന സെനിറ്റ്സു, നീ ഒരു പ്രാവശ്യം ഇനി ഇതുപോലെ സംസാരിച്ചാൽ നമ്മൾ ഇനി ഒരിക്കലും ഫ്രണ്ട്സ് അല്ല. അതുപോലെ നിനക്ക് പ്രശ്നമില്ലല്ലോ, ട്രെയിനിങ് വന്നാലും നിനക്ക് ഈ ബെഡിൽ സുഖമായി കിടന്നുറങ്ങാം. പക്ഷെ എനിക്ക് അങ്ങനെയാണോ? ഇനി ഒരിക്കലും നീ എന്നോട് മിണ്ടി പോരുത് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ സെനിറ്റ്സു അവിടുന്ന് പോകുമ്പോൾ, ഹേയ് സെനിറ്റ്സു, ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി, താങ്ക് യു. അപ്പർമൂൺ 4ന്റെ ഒപ്പം ഞാൻ ഫൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്റെ കാലനക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നീ എനിക്കൊരു ദിവസം പറഞ്ഞു തന്ന തണ്ടർ ബ്രീതിങ് ഞാൻ അപ്പോൾ യൂസ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ആ ഡീമണെ കൊല്ലാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും എനിക്ക് നിന്റെ അത്ര സ്പീഡൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നീ അത് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്കത് ഉപകാരപ്പെട്ടു. താങ്ക് യു സെനിറ്റ്സു. ഇപ്പൊ നീ കണ്ടില്ലേ, നീ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് അതെനിക്ക് ഉപകാരപ്പെട്ടു. അതുപോലെ ഹാഷിരയുടെ കൂടെ നീ ട്രെയിനിങ് ചെയ്യുമ്പോൾ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ നീ ഫ്യൂച്ചറിൽ വലിയൊരാളായി മാറും. ടാഞ്ചിറോ പറഞ്ഞതൊക്കെ കേട്ട് സെനിറ്റ്സു ചിരിക്കുന്നു. ടാഞ്ചിറോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? എന്നാ ശരി ടാഞ്ചിറോ, എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് സെനിറ്റ്സു ചാടി ചാടി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് റിട്ടയർ ആയ ടെങ്കൻ ഉസൂയിയെയാണ്. ഇദ്ദേഹം ഇപ്പോൾ കുറച്ച് ഡീമൺ സ്ലേയേഴ്സിനെ ട്രെയിനിങ് ചെയ്യുന്നു. ക്ഷീണിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലേയേഴ്സിനോട് ടെങ്കൻ പറയും, ഡാ മണ്ടന്മാരെ, നിങ്ങൾ എന്ത് തേങ്ങയായി കാണിക്കുന്നേ? ഗിനേസിന് സ്റ്റാമിന വളരെ കുറവായിരിക്കും, അത് ശരിയാണ്. പക്ഷെ ഓടുന്നത് വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്പീഡിലോടാ മണ്ടന്മാരെ, പുറകിലൊരു ഡീമൺ ഉണ്ടെന്ന് വിചാരിച്ച് ഓട്. ശേഷം ടെങ്കൻ നിലത്ത് കുഴങ്ങി കിടക്കുന്ന ഡീമൺ സ്ലേയേഴ്സിനോട്, ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളുടെ വയർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞ് ടെങ്കൻ അവന്റെ വടി വെച്ച് അടിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ബാക്കിയുള്ള ആശുരാസ് എന്നെ പോലെ സോഫ്റ്റ് അല്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ടെങ്കന്റെ 3 ഭാര്യമാരും ചേർന്ന് ഇവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലേയേഴ്സിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ അവരതൊന്നും തിന്നുന്നില്ല, കാരണം ഓടി ഓടി വയ്യ. ഇപ്പോൾ ടെങ്കൻ അവന്റെ ഭാര്യമാരോട് പറയും, ഞാൻ ഇവന്മാരെ ഇതുപോലെ അങ്ങോട്ട് അയച്ചാൽ അവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. ഇപ്പോൾ ടെങ്കന്റെ ഭാര്യ പറയും, നിങ്ങൾ ഇവരുടെ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യുന്ന ആളല്ലേ, അതുപോലെ ബാക്കിയുള്ള ഹാഷിരാസോ എന്റെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മുയിച്ചിറയാണ്, അവൻ ഇവർക്ക് എങ്ങനെയൊക്കെ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം മിറ്റ്സൂരിയുടെ ഫ്ലെക്സിബിൾ ട്രെയിനിങ്, അതിനുശേഷം വരുന്നത് ഇഗുറോ ഒബനായി, അവൻ ട്രെയിനിങ് ചെയ്ത് ഇവരുടെ സോഫ്റ്റ് സ്കിൽ ഇംപ്രൂവ് ചെയ്യും. അതിനുശേഷം സനമി ഷിനസുഗാവ, ഏറ്റവും അവസാനം ഗ്യോമെ ഹിമജിമെ ഇവരുടെ ബോഡി ബിൽഡ് ചെയ്യാനുള്ള ട്രെയിനിങ് ചെയ്യും. ഇപ്പോൾ സനമിയെ കാണിക്കുമ്പോൾ എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെയും സനമി എടുത്തിട്ട് അടിക്കുന്നു. മിറ്റ്സൂരി ഒരുത്തനെ പിടിച്ച് ഫ്ലെക്സിബിൾ ആക്കുന്നു. ഇഗുറോ ഒബനായി സോഡ് പിടിച്ചിരിക്കുന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെയും അടിച്ചു തെറിപ്പിക്കുന്നു. മുയിച്ചിരോ ഓരോ ഡീമൺ സ്ലേയേഴ്സിനെയും നല്ലതുപോലെ മൂവ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അവസാനം ഗ്യോമയുടെ ട്രെയിനിങ് കഴിയുമ്പോൾ എല്ലാ ഡീമൺ സ്ലേയേഴ്സും വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നു. അതെന്ത് ട്രെയിനിങ് ആണെന്ന് കാണിക്കുന്നില്ല. അതിനുശേഷം ഒരു വൈകുന്നേരം ആവുന്ന സമയത്ത് ടാഞ്ചിറോയുടെ അടുത്തേക്ക് ഒരു കാക്ക വരുന്നു. ആ കാക്കയുടെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട്. അങ്ങനെ ടാഞ്ചിറോ ആ കാക്കയുടെ കയ്യിലുള്ള ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഹാഷിര ട്രെയിനിങ്ങിന് ഇനി ഗിയു ടോമിയൊക്കെ ഇല്ലെന്നാണ്. അത് വായിച്ച് ടാഞ്ചിറോ അത്ഭുതത്തോടെ നിൽക്കുന്നു. ഇവിടെ തീരെ വയ്യാതെ കിടക്കുന്ന കഗായ ഉബുയാഷിക്കിയോട് അദ്ദേഹത്തിന്റെ ഭാര്യ പറയും, ഹാഷിരാസ് മുഴുവൻ വരുന്ന യുദ്ധത്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അതിനുവേണ്ടി അവരൊരു ഹാഷിര ട്രെയിനിങ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. മൂസാൻ കിബുത്സുജിയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമാനെ, നീ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ഓരോ കാര്യത്തിനും എന്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. അത് കേട്ട അമാനയുടെ കണ്ണ് നിറയുന്നു. അങ്ങനെ രാത്രിയാവുന്നു. ഇപ്പോൾ ഒരു വില്ലേജിൽ 3 മരത്തിൽ ഒരു പ്രത്യേക സീൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അത് യുഷിരോയുടേതും ലേഡി ടമായോടേതുമാണ്. അതിന്റെ അപ്പുറത്താണ് അവർ സീക്രട്ടായി താമസിക്കുന്ന അവരുടെ വീടുള്ളത്. ആ വീട്ടിലിരുന്ന് ലേഡി ടമായോ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് അവിടേക്ക് ഒരു കാസുകായി കാക്ക വരുന്നത്. ഗുഡ് ഈവനിങ് മിസ് ടമായോ, നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം. ഞാൻ കഗായ ഉബുയാഷിക്കിയുടെ ഒരു മെസ്സഞ്ചറാണ്. നിങ്ങൾ ഒളിച്ചു താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുന്നേ മാസ്റ്റർ ഉബുയാഷിക്ക് കിടപ്പിലായി പോയി. നീ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ചത്? എന്നിട്ട് ടമായോ, ഞാനൊരു സാധാരണ കാക്കയല്ലേ, അതുകൊണ്ട് എന്നെ ആരും ശ്രദ്ധിക്കില്ല. കൂടാതെ എനിക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ യുഷിരോയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ എത്തി. ഞാനിവിടെ വന്നത്
നിങ്ങളെ ഉപദ്രവിക്കാനല്ല, പിന്നെ നിനക്ക് എന്താണ് വേണ്ടത് എന്നിട്ട് അമായോ. എന്നാൽ ഞാനിവിടെ വന്നതിന്റെ കാരണം ഞാൻ പറയാം. ഡീമൺ സ്ലെയർ കോർപ്പിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഡീമന്റെ ഫിസിയോളജിയെ പറ്റിയും മരുന്നുകളെ പറ്റിയും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നെസുക്കോയെ തിരിച്ചു കൊണ്ടുവരണം. അതായത് നിങ്ങൾ ഡീമൺ സ്ലെയർ കോർപ്പിലേക്ക് വരണം. എന്തു പറയുന്നു? മൂസാൻ കിബുത്സുജിയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കില്ലേ? അത് കേട്ടിട്ട് അമായോ, എന്ത്, ഒരു ഡീമണായ എന്നെ നിങ്ങൾ ഡീമൺ സ്ലെയർ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തുകയോ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ നിൽക്കുന്ന ടമായോയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ ഇനി വരുന്ന എപ്പിസോഡ് റിലീസ് ആവുന്ന അന്ന് തന്നെ ഇടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ പറയാനുള്ളത്, നമ്മളൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ പേരാണ് മൂവി എക്സ്പോഷർ. സോ മൂവീസ് കാണാനും കഥ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി തോന്നിയ കാര്യങ്ങളും ഇന്നത്തെ എക്സ്പ്ലനേഷൻ ഒക്കെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാൽ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.